മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഡേ വിത്ത് എ സ്റ്റാറിൻ്റെ ഈ മനോഹരമായ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് സംഗീത സാന്ദ്രമായ ഒരു യാത്ര എത്തി നിൽക്കുന്നത് തൃശ്ശീവ പേരൂരിലാണ്. കൃത്യമായിട്ട് പറഞ്ഞാൽ ഞാനിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ ഗുരുവായൂർ റോഡിലല്ല, സിഡ്ബിയുടെ ചിരാഗ് എന്ന ഫ്ലാറ്റിലാണ്. നമ്മൾ എന്താണ് ഇവിടെ എന്നൊക്കെ അല്ലേ? യെസ്, ഇവിടെയാണ്, ഈ ഫ്ലാറ്റിലാണ് ഇന്നത്തെ നമ്മുടെ സ്റ്റാർ നമുക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നത്. ആൻഡ് ഹൂ ഈസ് ദാറ്റ്? ലെറ്റ്സ് ബ്രേക്ക് ദി സസ്പെൻസ്. ഇപ്പോൾ സമയം 10 മണിയായി. ഈ വണ്ടി ഉണ്ടല്ലോ അല്ലേ, പജേറോ KL 01AW990. അപ്പോൾ ഈ വണ്ടിയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവർക്കും ഏകദേശം ഒരു ഐഡിയ ഒക്കെ കിട്ടിക്കാണും. അതെ, ഒരുപാട് ഡ്രൈവൊക്കെ ഇഷ്ടപ്പെടുന്ന മ്യൂസിക്കലായിട്ടുള്ള ഒരു എപ്പിസോഡാണ് ഇന്ന് നമ്മൾ എൻജോയ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ സ്റ്റാർ ആരാന്നല്ലേ, ഈ വണ്ടിയിൽ ഇന്ന് നമ്മൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു ലോങ് ഡ്രൈവ് പോവാണ്. ഇറ്റ്സ് നൺ അതർ ദാൻ നമ്മുടെ സ്വന്തം രതീഷ് വേഗ. അപ്പോൾ അദ്ദേഹത്തിന് നമുക്ക് മീറ്റ് ചെയ്യാം. ഇവിടെ ഫ്ലാറ്റിലാണ് അദ്ദേഹം ഉള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ഷൂട്ടിങ്ങിനൊക്കെ കുറച്ച് പരിമിതികളുണ്ട്, ഫ്ലാറ്റ് ആയതുകൊണ്ട്. ഹായ്, എന്താണ്? സുഖം. ഹൗസ് യു? ഗോയിങ് ഗുഡ്. അപ്പോൾ നമ്മുടെ സ്റ്റാറിൻ്റെ കൂടെയുള്ള യാത്ര ദേ ഇവിടെ നിന്ന് തുടങ്ങുകയാണ്. അപ്പോൾ എന്തായാലും ഇന്നൊരു മ്യൂസിക്കൽ ഒരു വലിയൊരു ഡ്രൈവൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്നൊക്കെ ഒരു ഹിന്റ് കിട്ടി. അല്ല, ഞാൻ പ്ലാൻ ചെയ്ത പോലെ എൻ്റെ ഡേ എന്താണോ അതാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് പറഞ്ഞതുകൊണ്ട് എന്നാൽ പിന്നെ നിങ്ങൾ എൻ്റെ കൂടെ പോകുന്നുള്ളൂ. അങ്ങനെ സ്പെഷ്യലായിട്ട് ഉച്ച കഴിയുന്നവരെ വലിയ സ്പെഷ്യൽ പ്രോഗ്രാംസ് ഒന്നുമില്ല. കുറേ ഫ്രണ്ട്സിനെ വിസിറ്റ് ചെയ്യണം, കുറച്ച് സ്ഥലങ്ങളിൽ ഞങ്ങൾ ഫ്രണ്ട്സ് കൂടി പോകാമെന്ന് പ്ലാൻ ചെയ്തിരുന്നു. പിന്നെ ഉച്ച കഴിഞ്ഞ് എൻ്റെ മോനെ സ്കൂളിൽ നിന്ന് എടുത്ത് കൊണ്ടുവരാൻ ചെല്ലാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഡാഡീസ് ഡേ ആണല്ലോ. അത് കഴിഞ്ഞാൽ നജീം വരും. റെക്കോർഡിംഗ് ഉണ്ട്. അതുവരെ ഫ്രീ ആണ് കുറച്ച് നേരം. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ദിവസം നമുക്ക് എന്താ പറയുക, രതീഷ് ചേട്ടൻ്റെ കൂടെ നമുക്ക് എന്തൊക്കെ അടിച്ചുപൊളി ഉണ്ടോ അതൊക്കെ നമുക്ക് എൻജോയ് ചെയ്ത് നടക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ? ഓ ഷുവർ. അപ്പോൾ ഇന്നത്തെ ഒരു ഡേ എന്നോടൊപ്പം, അപ്പോൾ അത് വളരെ സ്പെഷ്യലാണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ കുറച്ച് സുഹൃത്തുക്കൾ തൃശ്ശൂരിൻ്റെ ഈ പ്രാന്തപ്രദേശങ്ങളിലൂടെയുള്ളൊരു യാത്ര, പിന്നെ അങ്ങനെ നജീമിലേക്ക് ഒരു റെക്കോർഡിങ്ങിലേക്ക്, പുതിയ അച്ചായൻസ് എന്ന സിനിമയുടെ റെക്കോർഡിങ്ങിലേക്ക് വന്ന് അവസാനിക്കും ആ യാത്ര. അപ്പോൾ ഈ ഡേ ഒരു സ്പെഷ്യൽ ആക്കാം അല്ലേ? അപ്പോൾ നമ്മളിങ്ങനെ വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇങ്ങനെ മൂവ് ചെയ്തു. നമ്മളിപ്പോൾ തൃശ്ശൂരിൻ്റെ റോഡിലേക്ക് ഇറങ്ങി. അപ്പോൾ നമ്മൾ ആദ്യം എങ്ങോട്ടാണ് പോകുന്നത്? നമ്മൾ ആദ്യം വടക്കുന്നാഥൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. വടക്കുന്നാഥനിൽ തൊഴുതിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നീട് നമുക്ക് നമ്മുടെ യാത്ര തുടങ്ങാം. എനിക്ക് രതീഷ് ചേട്ടൻ്റെ സൗണ്ട് കേൾക്കുമ്പോഴേ നമ്മൾ ഈ ചില പ്രോഗ്രാമിനൊക്കെ സ്റ്റാർട്ടിങ്ങിൽ പറയില്ലേ, ഭയങ്കര കുലീനമായിട്ട് അയ്യോടാ, ഇതൊക്കെ എന്ത് കാണാനിരിക്കുന്നുള്ളൂ എന്നാണ് ചിരിയുടെ അർത്ഥം എന്ന് മനസ്സിലായി. ഇല്ല, ഞാൻ എപ്പോഴും വളരെ ശാന്തമാണ്, കൂളാണ്. അതിപ്പോ കാണാം, എന്തായാലും ഫ്രണ്ട്സിനൊക്കെ കാണുന്നുണ്ടല്ലോ, അറിയാം ബാക്കി എന്താന്ന്. ഫ്രണ്ട്സിനെ കാണുമ്പോ അവിടെ ഒരുത്തനുണ്ട്, അവന്റെ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. അത് കഴിഞ്ഞാൽ ശരത്ത് എന്നാണ് പേര്. കക്ഷി നമ്മള് വടക്കുന്നാഥനില് തൊഴാൻ പോയിട്ട് നമ്മള് വടക്കുന്നാഥനെയാണല്ലോ നമ്മളവിടെ ഏറ്റവും കൂടുതൽ കേൾക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ കേൾക്കുക ഇവന്റെ പേരാ, അമ്പലത്തിന്റെ ഉള്ളില്. തല്ലുകൊള്ളാന്നല്ല, അവന്റെ ഏത് പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുക എന്ന് പറഞ്ഞ പോലത്തെ ഒരു കഥാപാത്രമാണ് തൃശ്ശൂരിനെ സംബന്ധിച്ച് ശരത്ത്. അപ്പൊ അവന്റെ വീട്ടിലേക്ക് പോകണം, അവന് പരിചയപ്പെടേണ്ട കഥാപാത്രമാണ്. അവൻ ശരിക്കും വളരെ പ്രശസ്തനായ ഒരു എഴുത്തുകാരനുണ്ട്, NK രാമചന്ദ്രൻ എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹത്തിന്റെ മകനാണ്. അപ്പോൾ അവർ രണ്ടുപേരും 2 മക്കളാണ്, 3 പേരാണ്. അതിനകത്ത് 2 പേരും എൻ്റെ സുഹൃത്തുക്കളാണ്, ശങ്കറും ശരത്തും. ശങ്കറായിരുന്നു ആദ്യം എൻ്റെ ഫ്രണ്ട്, പിന്നീട് ഞാൻ ഇടിച്ചു കയറി ഇവനോട് കൂടുതൽ കമ്പനിയായി. അവൻ കല്യാണം കഴിച്ച് കുടുംബസ്ഥരായി ഒതുങ്ങി, ഞാൻ കല്യാണം കഴിച്ച് ബാച്ചലറായി മാറി. അപ്പം അങ്ങനെ ഞങ്ങളിങ്ങനെ രസകരമായ യാത്രകളും കാര്യങ്ങളൊക്കെ ആയിട്ട്
അപ്പൊ നമ്മളിങ്ങനെ തൃശ്ശൂരിന്റെ തിരക്കുകൾക്കിടയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ രതീഷ് ചേട്ടാ? തീർച്ചയായിട്ടും നമ്മൾ MG റോട്ടിൽ കൂടെയാണ് ഇപ്പോൾ പോകുന്നത്. ഭയങ്കര ട്രാഫിക് കണ്ടല്ലേ. തൃശ്ശൂരിൻ്റെ ഒട്ടും മാറാത്ത, എനിക്കറിയില്ല ഇനി കാലം മാറ്റുമെന്നുള്ളത്, എന്തായാലും വളരെ ശാപം പിടിച്ച ഒരു തിരക്ക് പിടിച്ചൊരു വഴിയാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം വളരെ അത്യാവശ്യമായിട്ട് നമുക്കൊരു സ്ഥലത്ത് പോകണമെന്ന് വിചാരിച്ചാൽ ഒരിക്കലും നടക്കില്ല ഈ വഴി കൂടെ. അത്രയധികം, അതുപോലെ തന്നെ ഡിസോർഡർ ആയ ട്രാഫിക്കാണ് ഇതിൽ ഫുള്ള്. ഇങ്ങനെ ആളുകൾ തോന്നിയ പോലെ അങ്ങോട്ട് വരും ഇങ്ങോട്ട് വരും, അങ്ങോട്ട് ഓടിക്കും ഇങ്ങോട്ട് ഓടിക്കും, ഇങ്ങനെയൊക്കെയാണ്. പക്ഷേ ഈ MG റോഡിൻ്റെ അവസാനം ചെന്ന് മുട്ടുന്നത് തൃശ്ശൂർ റൗണ്ടിലേക്കാണ്. വടക്കുന്നാഥൻ്റെ മുന്നിലേക്കാണ് നമ്മൾ ഈ റോഡ് വന്ന് അവസാനിക്കുന്നത്. ശരിക്കും ഈ നമ്മൾ ഗ്രൗണ്ടിലേക്ക് കയറി കഴിഞ്ഞാല് രണ്ട് സ്ഥലങ്ങൾ മാതിരിയാ തോന്നുക. ഇവിടെ ഭയങ്കര തിരക്കാണെങ്കിൽ അവിടെ ഭയങ്കര പീസ്ഫുൾ ആണ്. ശരിക്കും ഒരു ശാന്തമായ ഒരു സ്ഥലം. ലോകത്ത് ഒരു സ്ഥലത്ത് ചെന്നാലും കാണാൻ കഴിയാത്ത ഒരു അത്ഭുതം തന്നെയാണ് ഈ തേക്കിൻകാട് മൈതാനവും ഈ വടക്കുന്നാഥ ക്ഷേത്രവും ഇവിടുത്തെ അന്തരീക്ഷവും. തൃശ്ശൂർക്കാരെ സംബന്ധിച്ച് ഈ ഒരു ആംബിയൻസിന് എന്ന് വെച്ചാൽ നമ്മളുടെ എല്ലാ പ്രശ്നങ്ങളുമായിട്ട് എത്ര ഇവിടെ ജാതി മത ഭേദമന്യേ എല്ലാവരും വന്ന് ചെലവഴിക്കുന്ന ഒരു സ്ഥലമാണ് ഈ മൈതാനം. കാരണം നമ്മുടെ പ്രയാസങ്ങളായിട്ട് നമ്മളിങ്ങനെ ഭയങ്കര അലഞ്ഞ് ടെൻഷൻ അടിച്ചിങ്ങനെ ഇരിക്കുന്നു. കുറച്ച് നേരം ഇവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ നമ്മൾ പോലും അറിയാതെ നമ്മുടെ മനസ്സിങ്ങനെ ശാന്തമാവുന്നൊരു ഫീലുണ്ട് ഈ തേക്കിൻകാട് മൈതാനത്തിന്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെയൊക്കെ ഒരു ദിവസം തുടങ്ങുന്നത് തന്നെ വടക്കുന്നാഥനെ വലയം വെച്ചിട്ടുള്ളൊരു തുടക്കമാണ് ശരിക്കും എല്ലാ തൃശ്ശൂർക്കാരുടെയും. കാരണം ഈ പോകുന്ന ആൾക്കാരെല്ലാം തന്നെ വടക്കുന്നാഥനെ പ്രദക്ഷിണം വെച്ചിട്ടാണ് അവരുടെ ജീവിതത്തിലെ ഓരോ ദിവസം യാത്ര തുടങ്ങുന്നത്. അങ്ങനെ ഒരു പെർസ്പെക്റ്റീവിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ എത്ര വലിയ അനുഗ്രഹമാണ് ശരിക്കും അത്, അല്ലേ? ഇങ്ങനെ ഒരു പ്രാർത്ഥന പോലെയാണ് എപ്പോഴും എന്നെ സംബന്ധിച്ചും ഞങ്ങൾ തൃശ്ശൂർക്കാരെ സംബന്ധിച്ചും എപ്പോഴും ഉള്ളൊരു വലിയൊരു ഫീലാണത് ശരിക്കും. കാരണം നമ്മുടെ ജീവിതത്തിലെ എല്ലാ പോയിന്റുകളിലും വടക്കുന്നാഥനുള്ള ഒരു സ്ഥാനം വളരെ വലുതാണ്. അതിന് ജാതി മത അല്ലെങ്കിൽ അതിൻ്റെ അതിർവരമ്പുകളൊന്നുമില്ല. എല്ലാവരും ഒന്നാവുന്ന ഒരു ക്യാമ്പസാണ് ശരിക്കും. കാരണം തൃശ്ശൂർ പൂരം എന്ന് പറയുന്നതും ഈ മൈതാനവും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ മൈതാനവും ഇവിടുത്തെ അന്തരീക്ഷവും എല്ലാം വടക്കുന്നാഥൻ്റെ മന്ത്രങ്ങളാൽ അല്ലെങ്കിൽ വടക്കുന്നാഥ സ്തുതികളാൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ് തൃശ്ശൂരിൻ്റെ. തൃശ്ശൂർ എന്ന നഗരത്തിൻ്റെ ഒരു പ്രത്യേകതയും അതാണ്. അപ്പോൾ അത് ആ വികാരം ഉൾക്കൊണ്ട് ജീവിക്കുക എന്ന് പറയില്ലേ, അത് തന്നെയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ യാത്ര തുടങ്ങാം. അങ്ങനെ നമ്മൾ ഇത്ര നേരം പേര് മാത്രം കേട്ട് പരിചയപ്പെട്ട അല്ലെ ശരത് ചേട്ടന്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. എന്താണ് സാർ പരിപാടികൾ? എന്ത് പരിപാടി? നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കാലത്തോട്ട്. എങ്ങനെയുണ്ട് കാലത്ത് പോയതൊക്കെ? ഇല്ല, ഞങ്ങൾ നേരെ വടക്കുന്നാഥൻ പോയി. പിന്നെ നല്ല തുടക്കമാണല്ലോ. നല്ല തുടക്കമാണ്. കാരണം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല പോയിന്റുകളിലൊക്കെ അവിടെ നിന്ന് തുടങ്ങിയിട്ടുള്ളത്. ഇന്നത്തെ ദിവസം തുടങ്ങുമ്പോൾ അങ്ങനെയാണെന്ന് ചോദിച്ചു. അപ്പോൾ രണ്ടാമത്തെ നല്ല പോയിന്റ് ഇവിടെയാണെന്ന് തോന്നുന്നു. അപ്പോൾ ശരി, ഇങ്ങോട്ട് വരാം. അതെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജീവിതത്തിൽ നമ്മളിങ്ങനെ ഡൗണായി നിൽക്കുമ്പോൾ നമ്മുടെ സുഹൃത്തുക്കളാണ് നമ്മളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ കുറേ സുഹൃത്തുക്കളുണ്ട്. പക്ഷേ ബിഹൈൻഡിൽ നിന്നിട്ട് നമ്മളിങ്ങനെ പുഷ് ചെയ്യുന്നവർ, അത് നമുക്കൊരു ധൈര്യമാണ് ശരിക്കും ജീവിതത്തിൽ മുന്നോട്ട് പോകുന്ന എല്ലാ പോയിന്റുകളിലും. അവർ നമ്മളിൽ നിന്നൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല, പക്ഷെ അവർക്കും ഒരു സന്തോഷമാണ് നമ്മൾ നന്നായിരിക്കണം എന്നുള്ളത്. അപ്പോൾ ഞാനും പല സുഹൃത്തുക്കളുടെയും പുറകിൽ നിൽക്കാൻ ശ്രമിക്കാറുണ്ട്. എന്ന് പറഞ്ഞ പോലെ എൻ്റെ പുറകിൽ നിൽക്കുന്ന സുഹൃത്തുക്കളിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ആണ് ഇവർ. രതീഷിന് അതിന്റെ കഴിവുണ്ട്. അപ്പൊ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് പറ്റുള്ളൂ. ബാക്കിൽ നിന്നൊരു പുഷ് കൊടുത്താൽ രതീഷ് പലയിടത്തും എത്തിപ്പോവും. അയ്യോടാ, ഇവിടെ നിറച്ച് മ്യൂസിക് ആണല്ലോ, ഗിറ്റാർ, തബല. ഇവരൊക്കെ കുറച്ചൊക്കെ സംഗീതം പഠിച്ചിട്ടൊക്കെ ഉണ്ട്. മ്യൂസിക്കൽ ഫേവർ, സംഗീതം ഭയങ്കര ഇഷ്ടമാണ്. മഴനീർത്തുള്ളികൾ അതിനും ഇഷ്ടമാണ്. പക്ഷേ ശരത്തിനെ കുറിച്ച് പറഞ്ഞു കേട്ട് അതെന്തോ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആട്ടോ. എന്താണ് ഡിഫറെന്റ്? ഞാൻ അവനെ കുറിച്ച് മോശമായിട്ടൊന്നും പറഞ്ഞു. അങ്ങനെയല്ല, നമ്മള് പറയുമ്പോ തൃശ്ശൂർക്കാരെന്നൊക്കെ പറയുമ്പോ എന്തായാലും ഭയങ്കര കളിച്ചു ചിരിച്ചു. പക്ഷെ ആളൊരു ഭയങ്കര സൈലന്റ് ഇവനോ. അതാ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വടക്കുന്നാഥനില് നമ്മൾ വടക്കുന്നാഥനെ തൊഴാൻ കയറി. ഞാനൊരു ദിവസം ഇങ്ങനെ തൊഴുത് നിൽക്കുമ്പോൾ
പല സ്ഥലത്തും ശരത്ത് മറ്റേ ശരത്ത് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പോൾ വടക്കുന്നാഥൻ്റെ പേര് കഴിഞ്ഞിട്ട് പിന്നെ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് ഇവൻ്റെ പേരാന്ന് പറയില്ലേ, അതായിരുന്നു അവിടുത്തെ അവസ്ഥ. പക്ഷേ ശംഖു ഞാൻ പറഞ്ഞു നേരത്തെ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് ഏഷ്യനെറ്റിൽ, പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. ഞാൻ ധൈര്യമായിട്ട് അങ്ങോട്ട് ധൈര്യമായിട്ട് സംസാരിക്കാം, കാരണം വണ്ടികളെ കുറിച്ച് എൻ്റെ ഇന്റർവ്യൂ നടത്തിയിട്ടുണ്ട്, എൻ്റെ ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട് നമ്മുടെ ലോറയുള്ള സമയത്ത് എടുത്തിട്ടുണ്ട്. ആദ്യത്തെ സെലിബ്രിറ്റി പറയൂ സർ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നമുക്കല്ലേ വിശേഷങ്ങളിൽ ഒരുപാട് അവിടെ അല്ലേ. അല്ല, ഞങ്ങള് ശരിക്കും ഞാനും ഒരു ആങ്കറായിട്ട് തുടങ്ങിയാണ് എൻ്റെ ലൈഫ്. മ്യൂസിക് കഴിഞ്ഞതിന് ശേഷം ഞാനൊരു പ്രോഗ്രാം ഏഷ്യാനെറ്റിൽ ഒരു പ്രോഗ്രാമിൻ്റെ ആങ്കറായിരുന്നു. അത് ഇവൻ്റെ മാമനാണ് MR രാജൻ സാർ. അദ്ദേഹം ആണ് നമുക്ക് അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി തന്നത്. ആക്ച്വലി അത് മ്യൂസിക് ടോക്സ് എന്നായിരുന്നു ആ പ്രോഗ്രാമിൻ്റെ. അവർ ബിഹൈൻഡ് ദ സീൻ, മ്യൂസിക്കിൻ്റെ ബിഹൈൻഡ് ദ സീൻ എന്നുള്ളൊരു വർക്കായിരുന്നു നമ്മൾ ആ സമയത്ത് ചെയ്തിരുന്നത് 2006. അന്നേരം രാജൻ സാറൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് എനിക്കൊക്കെ ഇന്നൊരു കരിയർ ഇങ്ങനെ ഉണ്ടായത് ശരിക്കും. യാത്ര വീണ്ടും തുടരുന്നു. അപ്പൊ രതീഷേട്ടന്റെ വിശേഷങ്ങൾ ഇങ്ങനെ ഓരോന്നായിട്ട് പോരട്ടെ. എന്തൊക്കെയാണ് യാത്രകൾ, ഫാമിലി, ഫ്രണ്ട്സ്? എനിക്ക് ലോകത്ത് എവിടെ പോയാലും ഏറ്റവും ഇഷ്ടം പാലക്കാടേക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പാലക്കാടോ? പാലക്കാട് കൽപ്പാത്തി അല്ല, കൽപ്പാത്തിയും പല്ലാവൂർ. പറഞ്ഞ പോലെ പാലക്കാട്ടുകാരനാണല്ലോ ഇരിക്കുന്നത്. പാലക്കാടാണ് ശരിക്കും എന്റെ ബേസ്. പാലക്കാട് എവിടെയാ? പാലക്കാട് വടക്കുംചേരി, പിന്നെ പല്ലാവൂർ എന്ന് പറയുന്ന സ്ഥലമാണ് എനിക്ക് ലോകത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം. തൃശ്ശൂർ കഴിഞ്ഞാൽ ഒരുപാട് വാദ്യ കലാകാരന്മാർ. അല്ലല്ല, തൃശ്ശൂർ കഴിഞ്ഞാലൊന്നല്ല, എനിക്ക് ലോകത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം പാലക്കാടാണ്. മീൻസ് പല്ലാവൂരാണ്, പാലക്കാടല്ല, പല്ലാവൂർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ സംഗീതത്തിന്റെ ഒരു വല്ലാത്തൊരു ഫീൽ ഉള്ളൊരു ഒരുപാട് വാദ്യ കലാകാരന്മാരൊക്കെ ഉണ്ട്. പിന്നെ ആ ഒരു ഗ്രാമത്തിന്റെ ഭംഗി ലോകത്ത് എവിടെയും, ഞാൻ കുറച്ച് സ്ഥലങ്ങളിൽ യാത്ര ചെയ്തിട്ടുള്ളൂ, പക്ഷെ എനിക്ക് എവിടെയും കണ്ടെത്താൻ പറ്റിയിട്ടില്ല എന്ന് തന്നെ പറയാം. തൃശ്ശൂർ എന്ന് പറയുന്നത് നമുക്കൊരു ഫീല് തന്നെയാണ്, കാരണം ഞാനിപ്പോൾ താമസിക്കുന്നത് തൃശ്ശൂരിലാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വടക്കുന്നാഥൻ എന്ന് പറയുന്ന ആ ഒരു അനുഗ്രഹം തന്നെയാണ് തൃശ്ശൂരിന്റെ ഏറ്റവും വലിയ ഒരു സ്വത്ത് എന്ന് പറയുന്നത്. അതിനപ്പുറത്തേക്കൊന്നും ഇല്ല, വടക്കുന്നാഥൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്തും തൃശ്ശൂരിനെ സംബന്ധിച്ച്, പൂരവും. അപ്പൊ തൃശ്ശൂർക്ക് എങ്ങനെയാണ് എത്തുന്നത്? ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഇവിടെ ഹോസ്റ്റലിൽ താമസിച്ചിട്ട്, എഞ്ചിനീയറിംഗ് കോളേജിന്റെ അടുത്ത് ഹോസ്റ്റലിൽ താമസിച്ചിട്ട് ഞാനിവിടെ മ്യൂസിക് പഠിക്കാനായിട്ട് ഇവിടെ തൃശ്ശൂർ വൈത്തി ഭാഗവതരുണ്ട്. അപ്പോൾ കൂടുതൽ സമയം അവിടെ പഠിക്കാൻ, പിന്നെ അതുപോലെ തന്നെ ഈ അവസരങ്ങൾ തേടിയുള്ള യാത്രയ്ക്കൊക്കെ ട്രെയിനിൽ ചെന്നൈക്ക് പോകാനും കൊച്ചിക്ക് പോകാനും, അല്ലെങ്കിൽ യാത്രാ സൗകര്യങ്ങളൊക്കെ നോക്കി ഇവിടെ ഹോസ്റ്റലിൽ താമസിച്ചാണ്. പിന്നീട് അങ്ങനെ ഇവിടെ സെറ്റിൽഡായി. ഇപ്പൊ കുറെ വർഷമായി, 10 വർഷത്തിന് മേലെയായി ഇവിടെ തന്നെ. ഇപ്പൊ തൃശ്ശൂർക്കാരനായി ഇപ്പൊ നമ്മള് ശരിക്കും. ഇപ്പം രതീഷേട്ടന്റെ അടുത്ത് ഫ്രണ്ട്ഷിപ്പ് ആയിട്ട് ആ ഒരു ജേർണി എത്ര നാളായി? നുഴഞ്ഞു കേറിയിട്ടല്ലേ രതീഷേട്ടാ? ജേണി എന്ന് പറഞ്ഞാലേ ഒരു സംഗീത ജേണിയാണത്. ഞങ്ങൾ എങ്ങോട്ട് പോകുമ്പോഴും കാറിൽ ഓടി ഓണാക്കണ്ട, ത്രൂ ഔട്ട് പാട്ടുകള്. അപ്പൊ എനിക്കും ഭയങ്കര ഇഷ്ടമാണ് അവൻ്റെ ഒപ്പം ഇങ്ങനെ യാത്ര ചെയ്യാനും. ഇങ്ങനെ എങ്ങോട്ട് വിളിച്ചാലും ഞാൻ പോകും. എനിക്ക് എന്ത് തിരക്കുണ്ടെങ്കിലും ഞാൻ പതുക്കെ അതൊക്കെ ഒന്ന് ഒഴിവാക്കിക്കും. കാരണം വെച്ചാൽ മഴനീർത്തുള്ളികൾ അതെന്റെ ഒരു വീക്ക്നെസ് ആണ്. ഞങ്ങൾ എവിടെ പോകുമ്പോഴും അത് ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് പാട്ട് വരെ വെച്ചാലും പാടിയാലും അതിന്റെ ഇടയിൽ ഒരു 2 പ്രാവശ്യം ഈ പാട്ട് ഞാൻ പാടിപ്പിക്കും. നമ്മൾ എവിടേക്കാ പോകുന്നതെന്ന് പറഞ്ഞില്ല? പറഞ്ഞോ? അതായത് ഇവിടെ ഒരു റെസ്റ്റോറന്റ് ഉണ്ട് തൃശ്ശൂരില്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഹബ്ബ് എന്നാണ് പറയാം അല്ലെ? അതെ അതെ, ഞങ്ങളുടെ സൗഹൃദ കൂട്ടായ്മയുടെ അടുത്ത സെക്കൻഡ് ഹോം അല്ലെങ്കിൽ അങ്ങനെ ഞങ്ങൾ എപ്പോഴും സൗഹൃദമായി കൂടുന്ന ഞങ്ങളുടെ ഒരു കൂട്ടുകാരുടെ ഒരു സങ്കേതമാണ് ഈ കൽച്ചി റെസ്റ്റോറന്റ്. അത് ഞങ്ങളുടെ ഒരു കൂട്ടുകാരൻ്റെയാണ്. ഇവിടുത്തെ ഒരു ജ്വല്ലറിക്കുള്ള ചിരിയങ്കണ്ടത്ത് എന്ന് പറയുന്ന ജ്വല്ലറി ഗ്രൂപ്പ് ഒക്കെ ഉള്ള നമ്മുടെ ജോസേട്ടൻ. അതെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അതും വേറെ തമാശ. ഇപ്പൊ ഇവനെ എനിക്ക് കൂട്ട് കിട്ടിയത് ഇവന്റെ ചേട്ടൻ വഴിയാണെങ്കിൽ അവനെ എനിക്ക് കൂട്ട് കിട്ടിയത് അവന്റെ പപ്പ വഴിയാണ്. ജോസേട്ടനായിരുന്നു എന്റെ ഫ്രണ്ട്. ശരിക്കും അപ്പൊ അതുകൊണ്ട് കൽച്ചി പാലു ഞങ്ങളുടെ സുഹൃത്താണ്. പാലുവിന്റെയാണ് ഈ റെസ്റ്റോറന്റ്. അതുപോലെ തന്നെ അവിടെ നമ്മളെ വേറൊരു ഫ്രണ്ട് എന്റെ ബാൻഡിലൊക്കെ ഉള്ള, നിങ്ങൾ കണ്ടിട്ടുണ്ടോ എൻ്റെ ഷോസിൽ എല്ലാത്തിലും ഡ്രംസ് വായിക്കുന്ന അഭിഷേക്, ഞങ്ങളുടെ ഒരു ജാമിങ് സെഷൻ അവരിവിടെ എല്ലാ സാറ്റർഡേസിലും. അപ്പൊ എന്തായാലും നമ്മൾ ഈ സംസാരിച്ചിരുന്ന നേരം കൊണ്ട് നമ്മൾ കൽച്ചിയുടെ ഫ്രണ്ടിലെത്തി. അപ്പൊ ഇനി ബാക്കി സുഹൃത്ത് സംഘങ്ങൾ എത്തിച്ചേരാൻ വേണ്ടിയുള്ള ഒരു ചെറിയ വെയിറ്റിംഗ് ആണ്.
സഹോദരന്മാർ കണ്ടോ ഇവിടെ ചെറിയ മ്യൂസിക് കോൺസെർട്ട് ഞാൻ പറഞ്ഞില്ലേ ഇവിടെയാണ് സാറ്റർഡേസിൽ നിങ്ങളുടെ ജാമിങ്. ഇവിടെ അങ്ങനത്തെ സാറ്റർഡേസ് ഭക്ഷണം കഴിക്കാൻ വരുന്നവർക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ള ഒരു ജാമിങ് സെഷനാണ്. സാറ്റർഡേസ് അല്ല അല്ലേ പാല്? സാറ്റർഡേസിലെ സ്പെഷ്യൽ സർവീസുകളാണ് ഇനി. അതുപോലെ തന്നെ ബർത്ത്ഡേ പാർട്ടീസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതാണ് ഞങ്ങൾ പറഞ്ഞ പാലു. ഇവനും ചെറിയ പയ്യനാണ് കേട്ടോ, ഇത്രയും തട്ടിയും സംഭവങ്ങളൊന്നും നോക്കണ്ട.